ദർ ആർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഫോർ മുസ്ലിംസ്. ശരിക്കും ഈ ശരിയ കംപ്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സംഭവം നിൽക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ എത്തിക്സിൻ്റെ മുകളിലാണ്. അതായത് വി ആർ നോട്ട് അലൗഡ് ടു പ്രോഫിറ്റ് ഫ്രം സംബഡീസ് നീഡ് ഫോർ മണി. അതായത് നമുക്ക് ഇൻട്രസ്റ്റിൽ ഏൺ ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചാരിറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശരിയ കംപ്ലയൻസസ് അനുസരിച്ച് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളൊന്നും തന്നെ ബാങ്കിങ്ങിലോ NBFCയിലോ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അതുപോലെ അഡൽട്ടറി, വെപ്പണറി, ആൽക്കഹോൾ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന കമ്പനികളിലൊന്നും തന്നെ ശരിയ കംപ്ലയൻസ് അനുസരിച്ച് പോകുന്ന ഫണ്ടുകളൊന്നും തന്നെ മാനേജ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇൻട്രസ്റ്റിൽ നിന്നും ആ കമ്പനി ഏൺ ചെയ്യുന്ന ഇൻകം ഓവറോൾ റവന്യൂയുടെ 3% താഴെയാണെങ്കിൽ മാത്രമാണ് അത് ശരിയ കംപ്ലയൻസ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനിയായിട്ട് ഫണ്ട് മാനേജേഴ്സ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇന്ത്യയിൽ അങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്ന 3 ഫണ്ടുകളുണ്ട്. ടാറ്റ എത്തിക്കൽ ഫണ്ട് ഉണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട് ഉണ്ട്, അതുപോലെ നിപ്പോണ്ട് ഒരു ഫണ്ട് ഉണ്ട്. ഇത്തരം ഫണ്ടുകൾ ശരിക്കും മുസ്ലിംസിന് ശരിയ കംപ്ലയൻസ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് അവൈലബിൾ ആണ്.